ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സാഹസികരായിട്ടുള്ള സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിലൂടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ചരിത്ര താളുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. 1780-കൾക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാരുടെ വിശേഷമായിട്ടുള്ള ശ്രദ്ധ ഈ ദ്വീപ് സമൂഹങ്ങളിൽ മേൽ പതിക്കുന്നത് തന്നെ. അന്ന് തൊട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഒരു ചരിത്രത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് മാറി എന്നാണ്. ഈ മാറ്റത്തിൻ്റെ ശേഷിപ്പുകളും അതേപോലെ തന്നെ അനന്തരഫലങ്ങളും ചരിത്രം, സംസ്കാരം, അതേപോലെ തന്നെ വികസനം, പരിസ്ഥിതി തുടങ്ങിയിട്ടുള്ള സമസ്ത മേഖലകളിലും കാണാമെന്നുള്ളതാണ്. മറ്റൊരു ഉദാഹരണം പറയാം. ഏതാണ്ട് 2026 മൺസൂൺ തുടങ്ങിയിട്ട് 50 ദിവസങ്ങൾ കഴിഞ്ഞു. തലസ്ഥാന നഗരിയായിട്ടുള്ള പോർട്ട് ബ്ലെയറിൽ 10 മിനിറ്റ് നീണ്ടു നിന്നൊരു മഴ ഇതുവരെ പെയ്തിട്ടില്ല. കാലാവസ്ഥ മൊത്തത്തിൽ മാറി തുടങ്ങി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ യഥാർത്ഥ അവകാശികളും ശിലായുഗ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരെന്ന് കരുതപ്പെടുന്ന ആളുകളുമായിട്ടുള്ള സെൻറ്റിനലീസ്, അതേപോലെ തന്നെ ഓംസ് വിഭാഗം, ആൻഡമാനീസ്, ജാരവാസ് വിഭാഗങ്ങൾ, അതുകൂടാതെ തന്നെ മാംഗ്ലോയിഡ് വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള നിക്കോബാറീസ്, ഇവരെല്ലാം തന്നെ ഷോംപെൻസ് ഗോത്ര വിഭാഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ചരിത്ര അന്വേഷണികൾക്കും അതേപോലെ തന്നെ നരവംശ ശാസ്ത്രജ്ഞന്മാർക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മലബാറുകളെ സംബന്ധിച്ച് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ 1921 മലബാർ കലാപത്തിൽ പിടിക്കപ്പെട്ട് ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ട ഏറനാട്, വള്ളുവനാട് താലൂക്കിലെ മാപ്പിളമാർ ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 1000കണക്കിന് മലയാളികൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുണ്ട്. ഇവരിൽ പല ആളുകളും ഏതാണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം അവിടെ നിന്നും മാറി നാട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇക്കൂട്ടത്തിൽ നിരവധി മലയാളികളായിട്ടുള്ള എഴുത്തുകാരുമുണ്ട്. ഈ എഴുത്തുകാരുടെ ഒരു കഥയുണ്ട്. എന്ന് വെച്ചാൽ നാടോടി കഥകളുടെ സമാഹാരമായിട്ടുള്ള ആതേരിയൽ ആൻഡമാൻ എന്ന ഒരു പുസ്തകം 2026 അത് ഇംഗ്ലീഷ് പുസ്തകമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ മഞ്ജു നായരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്നും അവരുടെ ഈ പുസ്തകത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള രസകരമായിട്ടുള്ള നാടോടി കഥകളും ഇതിനു പുറമെ ആൻഡമാനിലെ നീണ്ട ഗോത്രാനുഭവങ്ങളും എല്ലാം തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കഥാലോകം പിറക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊരിക്കൽ ബിഗ്ലാപാട്ടി ഗ്രാമത്തിൽ നിന്നും കുജറ്റ് എന്നു പേരുള്ള ഒരു ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ 25 പേരടങ്ങുന്ന നിക്കോബാർ സംഘം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിനായിട്ട് ന്യൂഡൽഹിയിലെത്തി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഈ വിവരമറിയുകയും നിക്കോബാറുകളെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവിടെ എത്തിയിട്ടുള്ള നിക്കോബാറുകൾ പ്രധാനമന്ത്രിയുടെ വേഷശൈലിയെയും അതേപോലെ തന്നെ ഷെർവാനിയെയും കോട്ടിനെ അലങ്കരിച്ച റോസാപ്പൂവിനെയും പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഇവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ നിക്കോബാർ ദ്വീപിൽ ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ഭൂമി വിട്ടു നൽകുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി നെഹ്റു സംസാരിച്ചപ്പോൾ നിക്കോബാറുകൾ പെട്ടെന്ന് നിശബ്ദരായിപ്പോയി. അവരുടെ അനിഷ്ടം മനസ്സിലാക്കിയ നെഹ്റു ഭൂമിക്ക് പകരമായിട്ട് എന്ത് വേണമെന്ന് നിക്കോബാറുകളോട് ചോദിച്ചപ്പോൾ കുജറ്റ് സാവധാനം പറഞ്ഞു, നെഹ്റുജി, നിങ്ങൾ ധരിച്ചിരിക്കുന്ന റോസാപ്പൂവുള്ള ആ കോട്ട് ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു അവരുടെ മറുപടി തന്നെ. നിക്കോബാറീസുകളുടെ ഈ നിഷ്കളങ്കമായിട്ടുള്ള അഭ്യർത്ഥന നെഹ്റുവിനെ വളരെയധികം ആനന്ദിപ്പിക്കുകയും ചെയ്തു. നെഹ്റു പുതിയ കോട്ട് തയ്യാറാക്കി ക്യാപ്റ്റൻ കുജറ്റിനെ സമ്മാനിക്കുകയും ചെയ്തു. നിക്കോബാറുകൾക്ക് നഷ്ടമായത് അതായത് ഭൂമി മാത്രമല്ല, അവരുടെ നാട്ടിലുള്ള തെങ്ങുകളോട് ഉണ്ടായിരുന്ന വൈകാരികവും സാംസ്കാരികവുമായിട്ടുള്ള ബന്ധവും കൂടിയാണ്. എന്ന് വെച്ചാൽ എയർ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് തെങ്ങുകൾ മുറിച്ചു മാറ്റുന്നത് വളരെ വേദനയോടെയായിരുന്നു ദ്വീപിലുള്ളവർ നോക്കി നിന്നത്. പിന്നീട് അധികം താമസിയാതെ നിക്കോബാറിൽ മനോഹരമായിട്ടുള്ളൊരു എയർ സ്ട്രിപ്പ് നിർമ്മിച്ചു എന്നുള്ളതാണ്. 2004 സുനാമി കാലത്ത് ജെട്ടികൾ നശിച്ചതിനാൽ അതായത് ജലഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടു. വിമാനങ്ങളിലൂടെ മാത്രമേ മരുന്നുകളും അവശ്യ വസ്തുക്കളും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ എയർ സ്ട്രിപ്പ് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിക്കോബാറുകൾക്ക് തന്നെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. തദ്ദേശീയരായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരാണ് ഷോംപെൻ എന്ന് പറയുന്ന വിഭാഗം. ഇതിൽ ലോകമെമ്പാടുമുള്ള കൊടുങ്കാടുകളിൽ ഇന്നും ജീവിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളിൽ ഏറ്റവും സമാധാനപ്രിയരായിട്ട് ഷോംപെന്മാരെ കണക്കാക്കപ്പെടുന്നു.
അതോടൊപ്പം തന്നെ കാടിനോട് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം പുലർത്തുകയും ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിന്നും കുറച്ച് അകന്നു മാറി നിൽക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇവർ. ഇവർക്ക് നിക്കോബാറുകളുമായിട്ട് നേരിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് ഇവർക്കിടയിൽ നിശബ്ദ ഒരു കൈമാറ്റം എന്ന പ്രാചീന രീതിയിൽ വ്യാപാരം നടത്തുന്നു എന്നുള്ളതാണ്. റോഡിനരികിലെ ഒരു തൂണിൽ ചെമ്മീൻ കിഴങ്ങ്, തേന് എന്നിവ തൂക്കി വെച്ചുകൊണ്ട് ഷോംപെന്മാർ കാടിനകത്തെ മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് ഈ സാധനങ്ങളെ നിരീക്ഷിക്കുന്നു. ഏതാണ്ട് സന്ധ്യാനേരത്തോടു കൂടിയിട്ട് നിക്കോബാറുകൾ അതേ തൂണിൽ തേങ്ങ, അതേപോലെ തന്നെ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, പുകയില എന്നിവ തൂക്കിയിടുന്നു. പകരമായിട്ട് ആവശ്യമുള്ളത്ര ചെമ്മീൻ, കിഴങ്ങ്, തേന് എന്നിവ എടുക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഷോംപെന്മാർ തിരിച്ചെത്തി അവശേഷിച്ച സാധനങ്ങൾ പരിശോധിക്കുകയും അതിനുശേഷം തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവ മാത്രം എടുത്ത് ശേഷിച്ചവ അതേപടി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഷോംപെന്മാർ സാധനങ്ങളൊന്നും സ്വീകരിക്കാതെ നിന്നാൽ അതിനർത്ഥം നിക്കോബാറുകൾ സാധനങ്ങൾ കൂടുതൽ കൊടുക്കണമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ക്യാമ്പൽ ബേയുടെ തീരപ്രദേശങ്ങളിൽ ഇങ്ങനെ വിഭവങ്ങൾ കൈമാറുന്ന ഒരു രീതി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് ഒരു നാണയത്തിൻ്റെ ഒരു കഥ പറയുന്ന പോലെ നമ്മുടെ ബാർട്ടർ സമ്പ്രദായം പോലെ, എന്ന് വെച്ചാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുത്ത് കൈമാറി ജീവിക്കുന്ന ഒരു വർഗം. പണ്ട് കാലങ്ങളിൽ അന്യനാടുകളിൽ അല്ലെങ്കിൽ മറ്റു ദ്വീപുകളിൽ, അതായത് ആൾ താമസമുണ്ടോ എന്നറിയാനായിട്ട് ദ്വീപ് നിവാസികൾ തന്നെ അവരവരുടെ വഞ്ചികളിൽ അഥവാ കാനോകളിൽ നിറയെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ നിറച്ച് അത് കടലിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചൊരു കഥയാണ് ഇനി പറയുന്നത്. അതായത് ദ്വീപുകളിൽ താമസിക്കുന്നവർ വാസ്തവത്തിൽ സമാധാനപ്രിയരും അതേപോലെ തന്നെ സ്നേഹമുള്ളവരും പരിശ്രമികളുമായിരിക്കും. അവരുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ ദ്വീപുകളായിരുന്നു. അവയെ പാനം എന്ന് വിളിച്ചു. അർത്ഥം അവരുടെ ലോകമെന്നാണ്. കടലിൽ ചിലപ്പോഴൊക്കെ പക്ഷികളുടെ രൂപമുള്ള ചെറുനൗകകൾ കാണപ്പെടുമായിരുന്നു. അതിനെ അവർ കാനോ എന്ന് വിളിച്ചു. അർത്ഥം നിക്കോബാറി വഞ്ചി എന്നാണ്. ഒരിക്കൽ ദ്വീപുകാർ ഒരു ചെറുവഞ്ചി നിർമ്മിച്ചു. അതിൽ മണ്ണും കിഴങ്ങുകളും നിലക്കടലയുടെ വിത്തുകളും നിറച്ച് കാറ്റിൻ്റെ ദിശയിൽ തെക്കോട്ട് അയച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വഞ്ചി പതുക്കെ അപ്രത്യക്ഷമായിട്ട് കാലക്രമേണ എല്ലാവരും ആ വഞ്ചിയെ മറന്നു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ കഥ അവിടെ ഒന്നും തീർന്നില്ല. മൺസൂൺ തുടങ്ങി ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത്തവണത്തെ മഴയിൽ അവരുടെ അന്ന് ഒഴുക്കി വിട്ട ആ വഞ്ചി തിരിച്ചു വന്നു എന്നുള്ളതാണ്. മണ്ണും കിഴങ്ങുകളും നശിച്ചിരിക്കാമെങ്കിലും നിലക്കടലയുടെ സ്ഥാനത്ത് ചെറിയ മൺചട്ടികൾ ഉണ്ടായിരുന്നത് ദ്വീപിലുള്ളവരെ അത്ഭുതപ്പെടുത്തി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു വൃദ്ധൻ ദ്വീപുകാരോട് പറഞ്ഞു, സമീപ ദ്വീപുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, അവരെ അന്വേഷിക്കണം. എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തു. ഒടുവിൽ ശുഭദിനം എത്തി. കിഴങ്ങുകൾ, പഴങ്ങൾ, മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവ കൊണ്ട് കാനോകൾ നിറച്ച് പ്രാർത്ഥനകളും മംഗളനാദങ്ങളും നടത്തിയതിനു ശേഷം യാത്ര തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ മുഴുവൻ സമുദ്ര തീരങ്ങളിലൂടെയും കടന്നു പോയെങ്കിലും എവിടെയും ഒരു ദ്വീപിൻ്റെ ലക്ഷണവും കാണാനായില്ല എന്നുള്ളതാണ്. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചതോടു കൂടിയിട്ട് ഒരു ദ്വീപിൻ്റെ തീരം കണ്ടപ്പോൾ സന്തോഷത്തോടെ കടൽ തീരത്തേക്ക് അവർ ചാടിയിറങ്ങി. ചൗരനിവാസികൾ താമസിക്കുന്ന ചെറിയ ദ്വീപായിരുന്നു അത്. സന്ദർശകർ സൗഹൃദത്തിൻ്റെ ചിഹ്നമായി കിഴങ്ങുകളും ചട്ടികളും കാണിച്ചു എന്നുള്ളതാണ്. അതിനാൽ അവർക്ക് ആവേശകരമായിട്ടുള്ളൊരു സ്വീകരണം ലഭിച്ചു. ദ്വീപ് നിവാസികൾ പരസ്പരം പഴങ്ങൾ, അതേപോലെ തന്നെ ഉണക്കപ്പഴങ്ങൾ, പുകയില എന്നിവ കൈമാറി മടങ്ങുമ്പോൾ വലിയ മൺചട്ടികൾ കാനോകളിൽ നിറച്ചു. മാത്രമല്ല സന്ദർശകർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദ്വീപുകളിലേക്ക് മടങ്ങിപ്പോന്നു. ആൻഡമാനിലെ ആദിമ ജനതയുടെ ഒരു ചരിത്രവും സംസ്കാരവും ജീവിതവും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തവും അതേപോലെ തന്നെ ലളിതവുമായിരുന്നു. സാമൂഹ്യവും പ്രകൃതിദത്തവുമായിട്ടുള്ള സഹവർത്തിത്വമായിരുന്നു ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്നും ഒരു തേങ്ങ മാത്രം കാണിച്ചാൽ മതിയാകും സെൻറ്റിനലീസ് ഗോത്രവിഭാഗങ്ങൾ പോലും അതായത് നമ്മളോട് വളരെയേറെ സൗഹാർദ്ദം കാണിക്കുമെന്നുള്ളതാണ്. അത്രയും നിഷ്കളങ്കമാണ് അവരുടെ ഒരു ലോകവും ജീവിതവും കഥകളുമൊക്കെ തന്നെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കുന്നതിന് പകരം അവരിൽ നിന്നും പലതും പഠിക്കാനുള്ള ക്ഷമയും സ്നേഹവും വിവേകവും കാണിച്ചാൽ മാത്രം മതിയാവും.